എന്നോടൊപ്പം 17-അംഗ എക്സിക്യൂട്ടീവിലുണ്ടായിരുന്ന 9 പേർ രാജിവെച്ച സ്ഥിതിക്ക് അവരോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും പ്രസിഡന്റായിട്ടിരിക്കാനുള്ള ഈ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ടും ഞാൻ രാജിവെക്കുന്നു. GS വിജയൻ, ബ്ലസ്സി, പത്മകുമാർ, ജോണി ആന്റണി, രാജ് ബാബു, ഇങ്ങനെ ഞാൻ ഉൾപ്പെടെ 10 പേര് രാജിവെച്ചിരിക്കുകയാണ്. ഈ 10 പേര് 17-അംഗ ഭരണസമിതിയിലെ 10 പേര് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 10 പേര് രാജിവെച്ചതോടുകൂടി മാക്ട ഡയറക്ടേഴ്സ് യൂണിയന്റെ നിർവാഹക സമിതി ഇല്ലാതായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാക്ട നിർവാഹക സമിതിയുടെ പ്രതിനിധിയായിട്ട് മാക്ട ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ഈ മാക്ട ഡയറക്ടേഴ്സ് യൂണിയന്റെ പ്രതിനിധിയായിട്ട് ജനറൽ കൌൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും അവിടുത്തെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ശ്രീ വിനയന്റെ ഔദ്യോഗികമായിട്ടുള്ള പദവി ഇതോടുകൂടി ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാക്ടയുടെ ജനറൽ കൌൺസിലിന്റെയും ജനറൽ ഇല്ലാതായി കഴിഞ്ഞിരിക്കുകയാണ്. അനുരഞ്ജന ചർച്ചകളിൽ നമ്മൾ തുടർന്ന് പങ്കെടുത്തില്ല. നമ്മൾ അതിന് പകരം നമ്മളുടെ തീരുമാനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ മാക്ടയിലെ രാജിവെച്ച സംവിധായകരും മറ്റ് വിഭാഗങ്ങളിൽ നിന്നും ഞങ്ങളുടെ കൂടെ ചേരുന്ന എല്ലാവരും കൂടെ ചേർന്നിട്ട് മലയാള സിനിമയെ എങ്ങനെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ഒരു പുതിയ സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയാണ്. അത് തീർച്ചയായിട്ടും മലയാള സിനിമ രംഗത്ത് സജീവമായി നിൽക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, എല്ലാ ക്രാഫ്റ്റുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, 19 വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു പുതിയ സംഘടനയായിരിക്കും രൂപീകരിക്കപ്പെടുക. ആ സംഘടനയുടെ പരമമായ ലക്ഷ്യം ഇതുതന്നെയാണ്. ഒരിക്കൽ പോലും സിനിമ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനും ഏർപ്പെടുകയില്ല. സിനിമയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. നല്ല സിനിമ ഉണ്ടാക്കുക, നല്ല ഒരു ചലച്ചിത്ര സംസ്കാരം ഇവിടെ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് മാക്ടയുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ സമാന സംഘടനകളായ പ്രൊഡ്യൂസർ അസോസിയേഷനും അമ്മയും എല്ലാം ഞങ്ങളോട് സഹകരിച്ചുകൊണ്ട് മലയാള സിനിമയുടെ ഒരു പുതിയ കൂട്ടായ്മ രൂപപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഈ സംഘടന രൂപീകരണത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ മാക്ട ഡയറക്ടേഴ്സ് യൂണിയന്റെ പ്രതിനിധിയെ 3 പേരാണ്, 3 നോമിനീസാണ് ഓരോ വിഭാഗത്തിൽ നിന്നും ജനറൽ കൌൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുക. ഡയറക്ടേഴ്സ് യൂണിയനിൽ നിന്ന് പോയിരുന്ന ശ്രീ മധുവും തമ്പി കണ്ണനാനും ശ്രീ വിനയനുമായിരുന്നു. ഇപ്പോൾ ഡയറക്ടേഴ്സ് യൂണിയൻ ഞങ്ങൾ 10 പേര് രാജിവെക്കുന്നവരോട് ഡയറക്ടേഴ്സ് യൂണിയൻ ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഭരണസമിതി ഇല്ലാതായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡയറക്ടേഴ്സ് യൂണിയന്റെ പ്രതിനിധിയായിട്ട് മാക്ട ജനറൽ കൌൺസിലിലേക്ക് പോയിരിക്കുന്ന ശ്രീ വിനയന്റെ അവിടുത്തെ നിലനിൽപ്പും ഇല്ലാതായി തീർന്നിരിക്കുന്നു. ഇനി നിയമസാധുതയില്ല. സംഘടനാപരമായിട്ട് അതിന് നിലനിൽക്കുന്നതല്ല അദ്ദേഹം അവിടെ ജനറൽ സെക്രട്ടറി തുടങ്ങുന്നത്. ഈ നിലവിൽ ഒരുപാട് ആൻഡ്രോജന ചർച്ചകൾ നടന്നു. എന്തായിരുന്നു അത്തരത്തിലുള്ള ഒരു ആൻഡ്രോജനത്തിന് വിഘാതമായി നിന്ന ഘടകം? പെപ്സിയുടെ ഭാരവാഹികൾ, ഈ സിനിമാ സംഘടനകളുടെ അഖിലേന്ത്യാ കോൺഫെഡറേഷനുകളുടെ നേതൃത്വമാണ് ഇന്നലെ നേരിട്ട് ഇത്തരം ഒരു ക്രൈസിസ് മലയാളം ഇൻഡസ്ട്രിയിൽ സംഘടനാ തലത്തിൽ നിലനിൽക്കുന്നു എന്നത് ഗ്രഹിച്ചിട്ട് അവർ വരികയും എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകളുമായി കൂടിക്കാണുകയും സത്യത്തിൽ കാര്യങ്ങളുടെ ഒരു യഥാർത്ഥ അവസ്ഥ എന്താണ് എന്നവർ മനസ്സിലാക്കുന്നത് ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ടാണ്.